ഈ മാസം 4-ന് രാത്രിയിൽ കായംകുളത്ത് വച്ച് ഒരു ഓട്ടോ അപകടത്തിൽപ്പെടുകയാണ്. ഒരു 25-കാരിയും സുഹൃത്തായ സ്ത്രീയും 2 മക്കളും ഭർത്താവുമാണ് ആ ഓട്ടോയിലുണ്ടായിരുന്നത്. ഒരു തീർത്ഥാടന യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ആ കുട്ടിയും ഒപ്പമുണ്ടായിരുന്ന കുടുംബവും. ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായി അവിടെ കുറച്ചുപേർ എത്തിയിരുന്നു. എന്നാൽ അപകടത്തിൽ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷിക്കാൻ വന്ന ഒരാളിൽ നിന്നാണ് ആ 25-കാരിക്ക് വളരെ മോശമായ അനുഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ വിവരം പറഞ്ഞു, പോലീസിനോട് വിവരം പറഞ്ഞു. കേസെടുത്ത് ഒരാഴ്ച പിന്നിടുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും വേദന അനുഭവിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം രക്ഷപ്പെടുത്താൻ എത്തിയ ആളിൽ നിന്നും ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? ആ പരാതിക്കാരി തന്നെ തുറന്ന് പറയുകയാണ്. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത്? നിങ്ങൾ ഒരു തീർത്ഥാടന യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു, ഒരു ഓട്ടോ ആയിരുന്നു, ഉറങ്ങിപ്പോയി, അപകടത്തിൽപ്പെട്ടു. വണ്ടി മറിഞ്ഞ് കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല. എനിക്ക് അത്യാവശ്യം ഓട്ടോയിൽ ഇടിച്ചതിൻ്റെ ആ ഒരു ചതവുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഓട്ടിച്ച ആളുടെ തലയും പൊട്ടി. തല പൊട്ടിയ സമയത്ത് അവിടെ വണ്ടിയിൽ ഒരു പെട്ടിയാട്ടോയിൽ വന്ന ഒരു 3 പേര് വന്നു, 2 ചേച്ചിമാരും ഒരു ചേട്ടനും. അതിൻ്റോടൊപ്പം തന്നെ ശബ്ദം കേട്ടിട്ട് വന്നേ തൊട്ടടുത്ത വീടെന്നാണ് പറഞ്ഞു. ബൈക്കിൽ വേറൊരാളും വന്ന് അപ്പം നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു. നടന്ന് ഒരു 2 സ്റ്റെപ്പ് വന്നപ്പോൾ എനിക്ക് ഫുൾ ആക്സിഡൻ്റ് ഷോക്കും ബ്രീത്ത് ഔട്ടായി. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അമ്മ നിൽക്കണമെന്ന് പറഞ്ഞു, ഇരിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴത്തെ ബൈക്കിൽ വന്ന പുള്ളി പറഞ്ഞു ഇല്ല എടുക്കാമെന്ന് പറഞ്ഞു. എടുക്കാമെന്ന് പറഞ്ഞ് ആളെൻ്റെ കക്ഷത്തു കൂടി കൈയിട്ട് എടുത്ത്. അപ്പം മറ്റേ പെട്ടിയാട്ടയിൽ വന്ന ആൾ കാലിലും പിടിച്ച്. അപ്പം എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ആക്സിഡൻറ്റിൽ വേദനിച്ച കരച്ചിലെന്നല്ല. അതിനേക്കാൾ വേദന ഇയാൾ ആ സമയത്തും എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അയാൾ എൻ്റെ ശരീരഭാഗങ്ങളിലിട്ട് വല്ലാതെ അയാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ എനിക്ക് ശബ്ദം വരുന്നില്ല, ബ്രീത്ത് ഔട്ടായി. ഇപ്പോൾ ഡോക്ടർമാർക്കറിയാം എനിക്ക് ആ സമയത്ത് സംസാരിക്കാൻ. എനിക്ക് ഓൾറെഡി ആസ്മ ഇഷ്യൂ ഉള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അവിടെ വന്നും ഭീഷണിപ്പെടുത്തൽ. ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ കാണാതെ ഡോക്ടർ ഒന്നും അടുത്തൊന്നും പറയപ്പോൾ കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് അവിടുത്തെ CCTV വിഷ്വൽ എടുത്താലും കിട്ടും. അവിടെ വന്നിട്ട് പറയണത് തനിക്കൊരു പ്രശ്നവും ഇല്ല, ഇവിടുന്ന് എത്രയും വേഗം താൻ പൊക്കോണം, നിങ്ങളുടെ നാട്ടിൽ എവിടെയാന്ന് വെച്ചാൽ പോയി. നടന്ന ഒരു വിഷയത്തിലും തനിക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മളവിടെ നിന്ന് ഇത് ആരടുത്തേലും പറയുമോ എന്ന് പേടിച്ചിട്ട് തന്നെ അയാൾ എൻ്റെ അടുത്തും ഓട്ടോ ഓട്ടിച്ച ചേട്ടൻ്റെ അടുത്തും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റെഫറൻസ് മേടിച്ച് എവിടെയാന്ന് വെച്ചാൽ പൊക്കോണം എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് എക്സ്റേ റൂമിൽ കൊണ്ടുപോയി. എക്സ്റേ റൂമിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ലേഡി ഡോക്ടർ നിന്നത്. അങ്ങനെ ആ ചേച്ചി എൻ്റെ ഡ്രസ്സ് മറന്ന സമയത്ത് ആ ചേച്ചിക്ക് കണ്ട് മനസ്സിലായി ഇത് ആക്സിഡൻറ്റ് സംഭവിച്ചല്ല എന്ന് മനസ്സിലായിട്ട് ആ ചേച്ചി എന്നോട് വിവരം ചോദിച്ചപ്പോഴാണ് പൊട്ടിക്കരഞ്ഞു. പിന്നെ ഞാൻ ആ ചേച്ചി എടുത്ത് കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ എന്നിട്ട് കംപ്ലൈൻറ്റ് വേണ്ടെന്ന്. ചേച്ചി ഇല്ല ആരോടും പറയല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇല്ല മോള് പേടിക്കണ്ട, പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്. ഇതേപോലെ കുറേ സംഭവങ്ങൾ നടക്കുന്നതാണ്. സോ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുന്നു. പോലീസുകാർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് ഞാൻ നടന്ന സംഭവങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരനെ മാറ്റി നിർത്തി. അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് പോയി. അയാളുടെ കൂട്ടുകാരൻ വന്നിട്ട് പൈസ ഓഫർ ചെയ്യാൻ തുടങ്ങി. 20-25 ലക്ഷം രൂപയൊക്കെ തരാം, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാ സംസാരിക്കുന്നുണ്ട്, അവൾക്കും അറിയാം. 10-25 ലക്ഷം രൂപ തരാം, കേസൊന്നും വേണ്ട, അങ്ങ് പിൻവലിച്ചേരെ. അയാൾ ഇവിടുത്തെ എന്തോ വ്യാപാര വ്യവസായ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്തോ ആണ്. ഡോക്ടർ വിളിച്ചതാണോ അല്ലെ അപകടം അറിഞ്ഞു വന്നതാണോ? ഈ വിവരം അറിഞ്ഞിട്ട് വന്നതല്ല, അവിടുന്ന് ഡോക്ടർ വിളിച്ചിട്ട് പോലീസുകാർ അവിടെ വന്ന് കായംകുളം പോലീസ് സ്റ്റേഷനായിരുന്നു. അവിടുന്ന് സാറന്മാർ വന്ന് സംസാരിക്കുമ്പോഴും പറയുന്നത് കേസായിട്ട് തന്നെ പോട്ടെ എന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഞാൻ 4-ാം തീയതി കൊടുത്ത കേസ് ഇന്ന് 11-ാം തീയതി ആയിട്ടും യാതൊരുവിധ അപ്ഡേറ്റും ഇല്ല. ഇപ്പം സെക്ഷൽ അബ്യൂസ് കേസിന് സാധാരണ എൻ്റെ അറിവിൽ ആ കേസിനൊന്നും ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നതല്ല. 2 ദിവസം 3 ദിവസം മാക്സിമം 3 ദിവസത്തിനകത്ത് അറസ്റ്റ് വരേണ്ടതാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാം. അയാൾ അവിടുത്തെ കായംകുളത്തെ വ്യാപാര വ്യവസായ സംഘത്തിൻ്റെ എന്തോ പ്രസിഡന്റോ സംതിങ് എന്തോ ആണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പം പുള്ളീനെ എനിക്കറിയാം, അയാളെ അറിയാം. ഞാൻ സ്റ്റേഷനിൽ FIR കൊടുക്കാൻ പോയപ്പോൾ സ്റ്റേഷനിൽ നിന്നും എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ഞാൻ അയാളെ തിരിച്ചറിഞ്ഞ് ഇയാൾ തന്നെയാണെന്നും ഞാൻ പറഞ്ഞു. ആദ്യം കേസ് കൊടുത്ത 2 ദിവസം ഇയാൾ ഒളിവില്ല.
അവിടുന്ന് ഞാൻ അറിഞ്ഞത്. 2 ദിവസം ഇയാൾ ഒളിവില്ല. പക്ഷെ 3ൻ്റെ അന്ന് തൊട്ട് അയാൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. സ്റ്റേഷനിൽ നിങ്ങള് രഹസ്യമൊഴി എടുത്തായിരുന്നോ? 164 സ്റ്റേറ്റ്മെന്റ് എടുത്തായിരുന്നു. എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. കഴിഞ്ഞ എൻ്റെ രഹസ്യമൊഴി ഒന്നും എടുത്തിട്ടില്ല. കോടതി വിളിക്കാം എന്ന് പറഞ്ഞു, ഉടനെ തന്നെ ഉണ്ടാവുന്നു. പക്ഷേ ആ 4-ാം തീയതി തൊട്ട് ഇതുവരെയും എനിക്ക് ഒരു അപ്ഡേറ്റും ഇല്ല. ഞാൻ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക, കേസ് പഠിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ്. ചിലപ്പം അയാൾക്ക് നല്ല പാർട്ടി സ്വാധീനമുണ്ട്, കയ്യിൽ നല്ല പണവും ഉണ്ട്. പിന്നെ ആരെങ്കിലും വിളിച്ച് സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ? ആ അയാളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കോളുകളൊക്കെ ഉണ്ടായിരുന്നു. പണം തരാം ചോദിക്കുന്ന. ഈ പ്രതിയുടെ ആ, ഭാഗത്തുനിന്ന് അതെ അതെ. നിങ്ങളെ വിളിച്ചിരുന്നോ? അയാൾ നേരിട്ടല്ല, അയാളുടെ അടുപ്പമുള്ള ആൾക്കാരായിരിക്കണം. വിളിച്ച് എന്തോ ഒരു സ്വർണ്ണ വ്യാപാരിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കായംകുളത്ത്. എന്നെ അല്ല, എൻ്റെ കൂടെ വണ്ടി ഓട്ടിച്ച ആളുടെ അടുത്ത് പറഞ്ഞു, എന്ത് വേണേലും തരാം, ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തരാം, കേസ് അങ്ങ് പിൻവലിക്കുക, എന്തിനാ ഈ വക കേസൊക്കെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. അയാളുടെ ഭാഗത്ത് നിന്ന് ഇതാണ് മറുപടി. നിങ്ങൾ സ്റ്റേഷനിൽ SHO, അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു, എൻ്റെ കേസ് എന്തായെന്ന് ചോദിച്ചു? ഞാൻ അപ്ഡേറ്റ് ചോദിച്ച് ഞാനൊരു 2 ദിവസം മുന്നേ വിളിച്ച്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയണത്, ഞാൻ അത് കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വിളിക്കാം, എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് അറിയിക്കാം, ഇതാ മറുപടി. അല്ലാതെ പ്രത്യേകിച്ച് ഒരുവിധ മറുപടി ഇല്ല, അപ്ഡേറ്റ് ഇല്ല. അയാൾക്ക് അവിടെ സമാധാനത്തിൽ, എനിക്ക് വേദന കാരണം ഞാൻ ഉറങ്ങിയിട്ട് അത്ര ദിവസമായി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ല. ഇവിടെ എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കൊരു സമാധാനമില്ല. ആ പുള്ളിക്കാരൻ അത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അപ്പം അയാൾക്കെതിരെയല്ലേ പോകേണ്ടത്? അത് ഇനി എൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്, എനിക്ക് പാർട്ടി സ്വാധീനമില്ല, പണമില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും. കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ചോദിക്കുന്നു, ഇങ്ങനത്തുള്ള കേസ് തരാൻ വരുമ്പോൾ വീട്ടുകാരൊക്കെ വേണ്ടത്. എനിക്ക് 25 വയസ്സായി. അപ്പോൾ എന്നെ ആരെങ്കിലും കയറി പിടിക്കാനോ എന്നെ പീഡിപ്പിക്കാനോ എന്തെങ്കിലും നോക്കിയാൽ എനിക്ക് കുടുംബക്കാരും നാട്ടുകാരും വരണോ കൂടെ? വേണ്ടല്ലോ. ഞാൻ തന്നെയല്ലേ കൊടുക്കേണ്ടത്. എനിക്കെതിരെ ഉണ്ടായെന്ന് ഞാനല്ലേ പ്രതികരിക്കേണ്ടത്. ഞാൻ കേസ് കൊടുക്കാൻ ചെന്നപ്പോൾ ചോദിക്കുന്നു, ഇതിനുള്ള കുടുംബക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ വരണ്ടേന്ന് കൂടെ. സ്റ്റേഷനിലെ പ്രതികരണം അവിടുന്ന് സംസാരിച്ച സംസാരമാണ് ഇത്. ഇങ്ങനെയുള്ള കേസൊക്കെ കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ കൂടെ വരണ്ടേന്ന്, മുതിർന്നവർ. അപ്പം ഞാൻ എനിക്ക് 25 വയസ്സായി. ഞാൻ ഇതേ നാട്ടിലല്ലേ ജീവിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റതിൻ്റെ വേദന, അതായത് മുറിവുകൾ പോലും ഇപ്പോഴും മാറിയിട്ടില്ല. അതിനേക്കാളും ഉണ്ടായിട്ടുള്ളത് മാനസികമായിട്ടുള്ള ഈ പറയുന്ന വേദനയാണ്. ദിവസം ഇത്രയായി, തെളിവുകളുണ്ട്, കേസ് കൊടുത്തു, ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. പക്ഷേ ഇതുവരെയ്ക്കും ഈ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല. കായംകുളം ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്, പ്രതിയെ പിടികൂടിയിട്ടില്ല, ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്ന് അന്വേഷണം തുടരുന്നു എന്ന തരത്തിലുള്ള മറുപടിയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വേദന, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദന കടിച്ചമർത്തി ഈ പെൺകുട്ടി ആരോടിനി നീതി തേടാൻ എന്ന ചോദ്യവുമായി മുന്നോട്ട് പോവുകയാണ്.